ഹലോ മൈ ബുബുച്ചി, ഇന്ന് എന്ത് കഥ വെച്ചാൽ ചങ്ങായിൻ്റെ റൂമിൽ കോഴിച്ചിടാൻ പോകുന്നത്. അങ്ങനെ 2 കാട്ടുകോയിനെ വിളിച്ചിട്ട് ഒരു നാടൻ കോയി മേങ്ങാലിത്ത് പോയി. അന്ന് ചാടുന്ന് വരുമ്പോൾ ഒരു കാട്ടുമാക്കനെ കണ്ടു. ഓൻ എന്തിപ്പോൾ ഇങ്ങനെ കളിക്കുന്നത്, അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അന്നിച്ച് റൂമിലെത്തി ഞാൻ കോയിൻ്റെ തുടക്കളീനാക്കും മോക്ക് ഭയങ്കര നാണക്കടായി. അന്നിച്ചാണ് ഞാൻ മെയിൻ പരിപാടിക്കൊക്കെ തുടങ്ങിയത് ഗൈസ്. ഞാൻ മസാല ആക്കാൻ ഭയങ്കര ഉസാർ, എല്ലാവരും ചെല്ലുന്നു, എൻ്റെ ഉമ്മല ചെല്ലുന്നു. എൻ്റെ മസാല എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ഇപ്പം ഞാൻ നിങ്ങളോടൊന്നും ചെല്ലും, ഞാൻ എന്തെങ്കിലും ഫുഡ് റെഡി ആക്കുമ്പോൾ ഞാൻ എന്താക്കണം, മുണ്ടിക്കൊണ്ടാക്കണം. എന്തെങ്കിലും നമ്മൾ ലുബ്രിക്കേഷനക്ക് ഓയിൽ മാത്രം ഇട്ടത് കാര്യമില്ല, കുറച്ച് തുപ്പൽ കൂടി സ്പ്രെഡ് ആയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ നല്ല മസാല ആക്കി. എന്നിട്ട് ഓന് എൻ്റെ ചങ്ങായി തീ കത്തിക്കാൻ കുറേ ട്രൈ ആക്കി, തീ കത്തുന്നുമില്ല. ഓന് ബോള്ളിൽ പിടിച്ചിട്ട് എന്തെല്ലാം കളിക്കി നോക്കും. ഞങ്ങൾക്ക് എന്തെല്ലാം പിരാന്തായി ഗൈസ് ഇതെല്ലാം കണ്ടിച്ച്. ഞാൻ എന്നിട്ട് എന്താക്കി, കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആക്കി ഞാൻ തിന്നാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഉറക്കാത്തെങ്കിൽ നടക്കാത്ത കാര്യം ഇതല്ലോ. എന്നിട്ട് മസാല കണ്ടെങ്കിൽ നിങ്ങൾ അന്നാണോ അത്ര ടേസ്റ്റാണ് മസാല എല്ലാം. എന്നിട്ടൊരു ഡാൻസ് എല്ലാം ആക്കി. മോനെ ഈ ഡാൻസ് എല്ലാം ആക്കണോ? നമ്മൾ ലൈഫിൽ മുണ്ടാണ്ട് പെരലിരുന്നിട്ട് നമ്മൾ പബ്ജി എല്ലാം കളിച്ചത്, നമ്മൾ പിരാന്തായിട്ട് നമ്മൾ ഈ സിഗരറ്റും വലിച്ചത്, നമ്മൾ ഈ കള്ളും കുടിച്ചത്, കഞ്ചാവും വലിച്ചത്, നമ്മൾ ജീവിച്ചത് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് ഒരു മജ ആക്കുമാണ് ഒരു മജ. പിന്നെ ഓക്ക് കുറച്ച് എന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് തോന്നുന്നു. ഓനിക്ക് ലവ് മാതാ, ഓ മെയിൻ ലവ് എല്ലാ പെണ്ണുങ്ങളും വലിയ കോയി ഓന്. അങ്ങനെ ഞാൻ കുറച്ച് പണിയെല്ലാം എടുത്ത് ഗൈസ് ഫുഡെല്ലാം ആക്കിയിട്ട് റെഡിയായി. ഇപ്പോൾ ഒരു ടേബിളെല്ലാം സെറ്റ് ആയിക്കൊണ്ട് അപ്പോൾ ഞാൻ ഫുഡ് ആക്കുന്നത് ഗൈസ്. നമ്മുടെ ഫഹദിന്റെ സ്പെഷ്യൽ ആസേ അക്ക് മതിരാ ഞാൻ പോന്ന്. ഏത് അൽഫാമോടെ ഇത് പറയ്. അഡ്ജസ്റ്റ് ആക്കി കഴിയുന്നില്ല, പിടിഞ്ഞ് ഒരു ലിമിറ്റ് ഇല്ലറാ. എങ്ങനെയാന്ന് ഫാദി സെറ്റ് സെറ്റ്